വിവോയുടെ എസ് സീരീസിൽ വിവോ S1 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിട്ട് ഏകദേശം 7 വർഷത്തിന് ശേഷം ഇപ്പോൾ വിവോ ആ എസ് സീരീസിലെ അതിൻ്റെ പിൻഗാമിയെ കൊണ്ടുവന്നിരിക്കുന്നത് വിവോ S2 എന്ന പേരിൽ. എന്തുകൊണ്ടാണ് ഇത്രയും 7 വർഷക്കാലം ഈ ഒരു എസ് സീരീസിൽ പിന്നീട് ഒരു ഫോൺ പുറത്തിറക്കാതിരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതായിരിക്കുന്നു, ഇതാണ് വിവോ S2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിന്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞാൽ വീതി കുറഞ്ഞ് ഉയരം കൂടിയ തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ നല്ലൊരു സുഖമുണ്ട്, കാരണം കുറവാണ് കമ്പാരിറ്റീവ്ലി. ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡ് ഈ പറഞ്ഞതുപോലെ ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒന്നും അങ്ങനെ പതിയുന്നില്ല. മാത്രമല്ല ഈ സൈഡും കർവ്ഡ് ആണ്. അതുപോലെ തന്നെ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഈ സൈഡും കർവ്ഡ് ആണ്, കണ്ടില്ലേ, കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ കർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ പിടിക്കാൻ സുഖമുണ്ട്, നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ബട്ടണുകളും അതുപോലെ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡും ഒക്കെ നല്ല ഒരു സ്റ്റേഡി ഫിനിഷാണ്. അങ്ങനെ ബാക്കൊന്നും വലിയ ഹോളോ ഒന്നും അല്ല. ക്യാമറ മൊഡ്യൂൾ കണ്ടില്ലേ, ഒരു വ്യത്യസ്തമാർന്ന ഒരു ക്യാമറ മൊഡ്യൂളാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഫോണിൽ നിന്ന് കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ വിവോ തന്നെ ചില ഫോണുകളിൽ ഇത്തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇവിടെ വിവോ എന്ന് പറയുന്ന ബാഡ്ജിങ് ഉണ്ട്. ഈ ഒരു ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് എന്നാണ് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്. അതുപോലെ ഈ കാണുന്ന ഫ്രെയിം ഒക്കെ പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന് 7.99 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ തിക്നെസ്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. സിം കാർഡിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഡ്യുവൽ നാനോ സിം കാർഡുകളാണ് ഇടാൻ സാധിക്കുന്നത്. മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് 2-3 കളർ വേരിയന്റ് ഉണ്ട്. സഫയർ ബ്ലൂ, റീഗൽ ബ്രോൺസ് എന്നീ 2 നിറങ്ങൾ. അവ 7.9 മില്ലിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ്. അതായത് ഈ കളർ എന്ന് പറയുന്നത് റീഗൽ ബ്രൗൺസ് എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ റീഗൽ ബ്രൗൺസും സഫയർ ബ്ലൂ എന്ന് പറയുന്ന കളർ നിങ്ങൾ എടുത്താൽ 7.9 മില്ലിമീറ്റർ തിക്നെസ് ആണ്. എന്നാൽ സിൽക്കി വൈറ്റ് എന്ന് പറയുന്ന കളർ വേരിയന്റ് എടുത്താൽ അതിന്റെ തിക്നെസ് വന്നിട്ട് 8.10 ഉണ്ട്. കുറച്ചുകൂടി തിക്കറാണ് ആ ഒരു സ്മാർട്ട് ഫോൺ. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 197 ഗ്രാം ആണ്. ഇനി ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.83 ഇഞ്ചിന്റെ 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. അതുപോലെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. 3000 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. നോക്കിയാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. കാര്യം നോക്കിയാൽ ഇതിന്റെ ബെസലുകളൊക്കെ ഉണ്ടോ, നോക്കിയാൽ വളരെ തിന്നാണ്. ബെസൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. എസ്പെഷ്യലി ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ്, അതായത് നമുക്കൊരു മൂവിയൊക്കെ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാലും ഈ ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് നൽകും. അടിപൊളി ഡിസ്പ്ലേ. അതുപോലെ HDR10+ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ വരുന്ന പല മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ അങ്ങനെ കാണാൻ കിട്ടാത്തതാണ്. HD+ റെസൊല്യൂഷനിൽ LCD ഡിസ്പ്ലേ ആയിട്ടാണ് പല ഫോണുകളും വരുന്നത്. അവിടെയാണ് എന്തായാലും ഈ ഒരു ഫോൺ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡിസ്പ്ലേ ആണെന്ന് പറയേണ്ടി വരും. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 7360 ടർബോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ 8GB റാം വരെയും 256GB ഇന്റർണൽ സ്റ്റോറേജ് വരെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട്. റാം ടൈപ്പ് വന്നിട്ട് LPDDR4X റാം ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് UFS 3.1 കൊടുത്തിട്ടുണ്ട്. വിവോ ക്ലെയിം ചെയ്യുന്ന AnTuTu സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 9,70,000, അതായത് 1 മില്യൺ അടുത്തുള്ള ഒരു AnTuTu സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ക്ലെയിം ചെയ്യുന്നത്. വിവോ ക്ലെയിം ചെയ്യുന്നതിന് സമാനമായിട്ട് ഏതാണ്ട് അതിനടുത്ത് നിൽക്കുന്ന ഒരു AnTuTu സ്കോർ തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു ടെസ്റ്റിംഗിൽ ഏകദേശം 9,50,000 എന്ന ഒരു AnTuTu സ്കോർ ആണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ ഇതിന്റെ CP ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, യാതൊരുവിധ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് എന്തായാലും കാണിക്കുന്നില്ല. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. 93% ആണ് ആ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് കാണിക്കുന്നത്. നോക്കി ഇവിടെ ആ ഗ്രീൻ കണ്ടില്ലേ, ആ സ്ട്രൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണേ, യാതൊരു വിഷയമില്ല. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGM എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം പ്ലസ് സെറ്റിംഗ്സിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗ്, ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെയൊന്നും തന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഒരു ആവറേജ് ലെവലിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി GT ബൂസ്റ്റ് മോഡ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഗെയിം ടൂൾ എന്ന ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷൻസും ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ഒരു ലാർജ് അൾട്രാ വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇൻ കേസ് ഫോൺ ചൂടായാലും തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 7050 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി തന്നെ ഒരു വലിയ ഹൈലൈറ്റ് ആണെന്ന് പറയേണ്ടി വരും. 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജർ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. വൈഡ് ആംഗിൾ സെൻസർ ഒന്നുമില്ല. 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈഡ് ആംഗിൾ സെൻസർ ഇല്ല എന്നുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം വിവോ സ്മാർട്ട് ഫോണിൽ നമുക്കറിയാം ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ വൈഡ് ആംഗിൾ സെൻസർ ഇല്ല എന്നുള്ളതാണ് കുറവ്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 32 മെഗാപിക്സലിന്റെ സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകൾ ഇവിടെ എടുത്തു നോക്കി. ഒരു കാര്യം പറയാം, സാധാരണ വിവോ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് ഏറെ മുൻതൂക്കം കൊടുക്കുന്ന ഫോണാണ്. അതുപോലെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന അത്ര ഒരു ബെറ്റർ റിസൾട്ട് ക്യാമറ നൽകുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് മോശമെന്ന അർത്ഥമില്ല. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചും ഇതിന്റെ ക്യാമറ പെർഫോമൻസും കൂടെ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഫോട്ടോകൾ തിരക്കേടില്ല
എന്ന് വേണം പറയാൻ. പക്ഷേ എങ്കിലും ഈ പറഞ്ഞൊരു വിവോയിലെടുത്ത ഫോട്ടോകളാണോ എന്ന് ആർക്കും മനസ്സിലാവില്ല. കാര്യം വിവോയുടെ ഫോട്ടോകളിൽ ഒരു DNA ഉണ്ട്. സാധാരണ ഒരേ ഒരു സ്റ്റൈൽ കാണാറുണ്ട്, അടിപൊളിയാണ്. പക്ഷേ അത്രയ്ക്ക് അങ്ങ് ഒരു വിവോയുടെ, നമ്മൾ കൂടുതലും വിവോയുടെ ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളാണ്. അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാതിരുന്നാൽ മതി. ഒരു 30,000 25,000 രൂപ റേഞ്ചിൽ ലഭിക്കുന്ന ഫോണുകളിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 30 FPS വീഡിയോകളും അതുപോലെ തന്നെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 16 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഒറിജിൻ OS 6 ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ബ്ലോട്ട്വെയർസുകൾ നോക്കി, ഏകദേശം 10 ബ്ലോട്ട്വെയർസുകളോളം ഞാൻ ഇതിനകത്ത് ഈ ഒരു ഫോണിനകത്ത് കണ്ടു. ഇത്തരത്തിലുള്ള ചെറിയ ഗെയിമൊക്കെ ഉണ്ട്. ബാക്കി ഉള്ളതൊക്കെ ഒരുവിധം പ്രീമിയം ആപ്ലിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഇവ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അതെന്തായാലും വലിയ കാര്യം. അതുപോലെ തന്നെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ ഇത്തരത്തിൽ ഇതിനകത്തുള്ള ചില ആപ്പ് സ്റ്റോറുകളുണ്ട്. ആ ഒരു ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെയുള്ള ആപ്പ് സജഷനൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. അത് ഇച്ചിരി അരോചകമാണ്. 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ, അതായത് ആൻഡ്രോയിഡ് 19 വരെ കിട്ടും. 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വിവോ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹാപ്റ്റിക്സിനെ പറ്റി പറഞ്ഞാൽ ഒരു ഭേദപ്പെട്ട ഹാപ്റ്റിക്സ് എന്നേ പറയാനുള്ള, ഒരു ഭയങ്കര സംഭവമല്ല. ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ പൊസിഷനിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ്. അത് ഒരുപാട് ഇങ്ങനെ താഴെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ. ഭാഗ്യത്തിന് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് HDR സപ്പോർട്ടും എല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് വന്നിട്ട് USB 2 ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് കൊടുത്തിരിക്കുന്നത്. IP68 and 69 റേറ്റിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. വിവോ ഫോണാണ്. കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഇതിൻ്റെ ഡയലറിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് NFC കൊടുത്തിട്ടില്ല. അതൊരു കുറവ് തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. അതായത് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്പ്ലേ, അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. എസ്പെഷ്യലി ഈ കർവ് ഡിസ്പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും കർവ് ഡിസ്പ്ലേ ഇഷ്ടമാവണമെന്നില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി, ഈ പറയുന്ന 7050 mAh എന്ന മികച്ചൊരു ബാറ്ററി ലൈഫ്. എന്നിട്ടും വലിയ ഓവർ വെയിറ്റ് ഒന്നും വന്നിട്ടില്ല. ഇൻ ഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്. ഡിസൈൻ കിടിലമാണ്. കാണാൻ സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ കൊള്ളാം. പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിനുള്ളത്. അതുപോലെ ക്യാമറയും ഒരു മീഡിയം, അതായത് വിവോ നമുക്കറിയില്ല ക്യാമറയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഫോണുകളാണ്. എസ്പെഷ്യലി വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ക്യാമറയ്ക്ക് അടിപൊളിയാണ്. പക്ഷേ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. മീഡിയം ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ നൽകുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഒരുവിധം ഭേദമാണ്. ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ ചാർജർ കൊടുക്കുന്നു എന്നുള്ളതും ഈ ഒരു ഫോണിൻ്റെ നേട്ടമാണ്. ഇനി ഫോണിൻ്റെ കുറവുകളെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രൈസ് പോയിന്റ് വരുന്ന ഈ ഒരു ഫോണിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല. NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ. ഒരു 80 വാട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രൈസ് പോയിന്റിൽ ഞാൻ. അതുപോലെ ഫോണിൻ്റെ ബോഡി പ്ലാസ്റ്റിക് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇത്രയും കുറവുകളാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണുള്ളത്. പ്രൈസ് പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പ്രൈസ് അറിവില്ല. 40,000-നും 45,000-നും ഇടയിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനായാലും കൃത്യമായിട്ടുള്ള പ്രൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യം പ്രൈസ് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഫോണിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിൽ നിന്നും മികച്ച മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.